സമസ്ത ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നമ്മളെല്ലാവരും ആവേശത്തോടുകൂടി കാത്തിരുന്നതായിരുന്നു. അത് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പം അതിങ്ങനെ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഉസ്താദിന് എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാ, ഈ പ്രദേശം ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമാണ് ആളുകളുടെ ഒരു ആരവം പല ഭാഗത്തുനിന്നും വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം എങ്ങനെയാണ് കുഞ്ഞിക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത്. ആത്മീയമായി മനസ്സിന് വല്ലാത്ത കുളിർ നൽകുന്ന ഓരോ ക്ലാസ്സുകളിലും ആത്മീയമായ മഹാത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രാദേശിക മീറ്റിംഗാണ്. ഞാൻ അതിന് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പോഷക ഘടകങ്ങളുടെയും പുതിയ പദ്ധതികൾ ഒന്നിനൊന്ന് മികച്ചതാണ്. വിദ്യാഭ്യാസ പദ്ധതികളാകട്ടെ, മറ്റു മേഖലകളാകട്ടെ. അപ്പോൾ ഈ 100-ാം വർഷം കഴിയുന്നതോടുകൂടി സമസ്തയുടെ ആത്മീയ പ്രഭാവത്തിൻ്റെ പുതിയൊരു മുഖം ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 100-ാം വാർഷിക സമ്മേളനം ആഘോഷിച്ച് പിരിയ അതല്ല, അതിനപ്പുറം ഇപ്പോൾ നമ്മളൊരു പ്രതിനിധി ക്യാമ്പ് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന വണ്ണം ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത്തരത്തിൽ പ്രതിനിധി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ അതിൽ നിന്ന് ലക്ഷ്യം വയ്ക്കുന്നത് ദാഇമാരെ അല്ലെങ്കിൽ പ്രതിനിധികളെ സമൂഹത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെറും ആൾക്കാരെ കൂട്ടി സമ്മേളനം നടത്തുക എന്നുള്ളതല്ല. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചുള്ള ഈ പ്രതിനിധി ക്യാമ്പിനെ കുറിച്ചൊന്ന് പറയാം. പ്രതിനിധി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു 47-ലധികം കോടി രൂപ തഹിയ പിരിച്ചല്ലോ. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഓരോ പദ്ധതികളും മുൻകൂട്ടി ഒരു നേരത്തെ നടത്താൻ തീരുമാനിച്ചിട്ട് തന്നെയാണ്. കുറേ ആളുകളെ കൂട്ടി ഒരു സംഗമം നടത്തി പിരിയലല്ല. എല്ലാ ക്യാമ്പുകളിലും മാഷാ അല്ലാഹ് പുതിയ പുതിയ ആർജവമുള്ള തീരുമാനങ്ങൾ. എനിക്ക് തോന്നുന്നു പഴയ കാലത്തേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ പ്രവർത്തകരിലൊക്കെ ആവേശം അലതല്ലുകയാണ്. ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഓരോ ക്യാമ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം ചർച്ചകളാണ് മാഷാ അല്ലാഹ്. ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പലരും പറയാറുണ്ട് ഏതൊരു സംഘടനയിലേക്കും യുവാക്കളെ കൂടുതലായിട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ക്യാമ്പാണെന്നുണ്ടെങ്കിൽ ഈ പരിസരങ്ങൾ യുവാക്കളുടെ ഒരു ഒഴുക്ക് കാണുന്നുണ്ട്, യുവാക്കളുടെ ഒരു നിര. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ യുവാക്കൾ ഇതിങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ? അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് സഹായിച്ചിട്ടുള്ളത് SKSSF ആണ്. SKSSFിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏത് യുവാക്കളെയും മനസ്സിനെ പിടിച്ച് ഉലക്കുന്ന ഒന്നാണ്. ഉപ്പമാർക്കൊക്കെ വലിയ സന്തോഷമാണ്. മാത്രമല്ല ജിഫ്രി തങ്ങളുടെ പ്രഭാഷണങ്ങൾ, സമസ്തയുടെ നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ യുവാക്കളിൽ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവ നേതാക്കളുടെ പ്രവർത്തനം പോഷക ഘടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൺവെൻഷനുകൾ നടത്തുക, ക്യാമ്പുകൾ നടത്തുക, ആ പ്രവർത്തനങ്ങൾ ശരിക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പഴയതിനേക്കാൾ കൂടുതൽ ഒരുപാട് യുവാക്കൾ സമസ്ത മനസ്സിലാക്കാനും സമസ്തയുടെ ക്ലാസ്സുകൾ കേൾക്കാനും ഓൺലൈൻ ക്ലാസ്സുകൾ പങ്കെടുക്കാനും ഒക്കെ ധാരാളം ചെറുപ്പക്കാർ വരുന്ന മനോഹരമായ രംഗമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും ഇനിയും യുവാക്കളുടെ ഒരു കുതിച്ചുചാട്ടം തന്നെ സമസ്തയിലേക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമ്മൾ വെറും മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ ആ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമാവാനുള്ളത്. വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.